അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കൊച്ചുമിടുക്കൻ ആദിത്യനാണ്. ചെറുപ്രായത്തിലുണ്ടായ അമിതവണ്ണം, ഈ വണ്ണം കുറയ്ക്കാനായി സൈക്കിൾ സവാരി ആരംഭിച്ചു ആദിത്യൻ. സൈക്ലിംഗ് കേരളത്തെ ദേശീയ തലത്തിൽ പ്രതിനിധീകരിക്കുന്ന ചുരുക്കം മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയാണ് നമ്മുടെ ഈ ആദിത്യൻ. ഇടുക്കിയുടെ മലമടക്കുകളിൽ സൈക്കിൾ ചവിട്ടി ഉയരങ്ങൾ താണ്ടുകയാണ് ഈ കുട്ടിത്താരം. ഇടുക്കി തൊടുപുഴ കുമാരമംഗലം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആദിത്യന് സൈക്ലിംഗ് എന്നത് ചെറുപ്രായത്തിൽ തുടങ്ങിയ ഹരമാണ്. സൈക്ലിംഗിൽ റോഡ്, മൗണ്ടൻ വിഭാഗങ്ങളിലായി സംസ്ഥാന തലത്തിൽ വിജയങ്ങൾ കൈവരിച്ച് ദേശീയ തലത്തിലെ മത്സരങ്ങളിലും കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു കഴിഞ്ഞു ആദിത്യൻ. പണ്ട് എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ്റെ ഒപ്പം അച്ഛൻ കൊണ്ടുവരുന്ന സൈക്കിളോട്ടെ അങ്ങനെ പോയി വന്നപ്പോൾ സ്കൂളിൽ ഇത് കണക്കൊരു സൈക്കിളിൻ്റെ ഒരു പരിപാടി വന്നു. അപ്പോൾ സ്കൂളിലെ സ്പോർട്സ് സാർ പറഞ്ഞിട്ട് പോയതാ. അങ്ങനെ ഒരു മൗണ്ടൻ്റെ മത്സരത്തിന് പോയി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രാജേഷ് സാറിനെ കണ്ടുപിട്ടിയത്. അപ്പോൾ സാറ് എന്നെ കോച്ച് ചെയ്ത് 1 വർഷമായപ്പോൾ തന്നെ റോഡിന് ഒഡീഷ നടന്ന ഒരു മത്സരത്തിന് നാഷണൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ മൗണ്ടൻ നടന്നായിരുന്നു. ആ മൗണ്ടനിൽ ഇപ്പോൾ നാഷണൽ പോകാൻ ഈ മാസം 22-ാം തീയതി പോകും. അത് ഹരിയാനയിലാണ് നടക്കണം. മത്സരാർത്ഥികൾ ഉപയോഗിക്കുന്ന സൈക്കിളിന് ലക്ഷങ്ങളാണ് വില. എന്നാൽ ഇടത്തരം കുടുംബത്തിലെ അംഗമായ ആദിത്യൻ സാധാരണ സൈക്കിളിലാണ് തുടക്കത്തിൽ പരിശീലനം നടത്തിയത്. കുടുംബത്തിന്റെ വലിയ പിന്തുണ തന്നെയാണ് ആദിത്യനെ ഉയരങ്ങളിലേക്ക് ചവിട്ടിക്കയറാൻ സഹായിച്ചത്. തുടങ്ങിയതൊക്കെ സാധാരണ സൈക്കിളാണ്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കയറിയപ്പോഴാണ് സാറ് പറഞ്ഞത്, ഇത് നമ്മൾ മത്സരത്തിന് പോകണം, ഇതാണത്തെ സൈക്കിളല്ല, കൂടിയ സൈക്കിൾ വേണം, കാർബൺ ഫൈബറൊക്കെ കൊണ്ടുണ്ടാക്കിയ സൈക്കിളാണ് മത്സരത്തിന് ഉപയോഗിക്കണം. അപ്പോൾ അതിനൊക്കെ ഭയങ്കര വിലയാണ്. സ്റ്റാർട്ടിങ്ങിന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ ഈ റോഡിൻ്റെ മൗണ്ടിൻ്റെ ഒക്കെ വരുന്നതിന് എല്ലാവരെയും പരിശീലിച്ച് ഇവിടം വരെ എത്തിച്ചതും നാഷണൽ കൊണ്ടുപോകണമൊക്കെ രാജേഷ് സാർ തന്നെയാണ്. ഇത്രയും എഫേർട്ട് എടുത്ത് സാറ് ഞങ്ങൾക്ക് വേണ്ടി അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ നിരവധി നേട്ടങ്ങൾ കൈവരിച്ച ആദിത്യന്റെ കഴിവിൽ പരിശീലകൻ രാജേഷിനും വലിയ പ്രതീക്ഷയാണുള്ളത്. സ്ഥിരോത്സാഹിയും പരിശീലനത്തിനേറെ പ്രാധാന്യവും നൽകുന്ന ആദിത്യൻ ഭാവി വാഗ്ദാനമെന്ന് പരിശീലകൻ ഉറപ്പിക്കുന്നു. എൻ്റെ കൂടെ ഇപ്പം 10 പിള്ളേരുണ്ട്. ആ 10 പേരിൽ 1 വർഷം കൊണ്ട് നാട്ടിൽ 2ാമത്തെ പ്രാവശ്യം പോകുന്ന ഒരാളാണ് ആദ്യം. അത്രയും നല്ല കഴിവുള്ള കുട്ടിയാണ്. അവൻ്റെ കഴിവ് ഒന്ന് എല്ലാവർക്കും പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി ഇടാൻ പറ്റിയ ഒരാളാണ്. അത്രയും ടാലൻ്റ് കുട്ടിയെ നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാവരും മുമ്പിൽ എത്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. തൊടുപുഴ കൃഷ്ണകൃപ വീട്ടിൽ ബിനുമോന്റെയും ശ്രീദേവിയുടെയും ഇളയ മകനാണ് ആദിത്യൻ. ഏറെ ചിലവേറിയ കായിക ഇനമാണെങ്കിലും ആദിത്യന്റെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയാണ് ഈ മാതാപിതാക്കൾ. ഒരിക്കൽ ലോകമറിയുന്ന ഒരു സൈക്ലിംഗ് താരമാകും ആദിത്യൻ എന്ന തികഞ്ഞ പ്രതീക്ഷയിൽ. ന്യൂസ് മലയാളം, ഇടുക്കി.